ഞാൻ 12ാമത്തെ വയസ്സിൽ പാലക്കാട്. ഏതായാലും ചെണ്ട കൊട്ടിയിട്ട് തന്നെ എവിടെയെങ്കിലും എത്തുമെന്നൊന്നും അറിയാം എന്നുള്ള ആ ഒരു വാശിയും കൂടി ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഉത്സവ ബിംബമാണ് ചെണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. കഷ്ണങ്ങൾ സാമ്പാറിന് അതിനൊക്കെ ബാക്കി വരും. ആ ബാക്കിയെല്ലാം വെച്ചിട്ടൊരു പ്രയോഗമാണ് അവിയൽ. ലോകത്തിലെ ഏറ്റവും നല്ല സാധാ ഉള്ള ഭക്ഷണമായിട്ട് വെജിറ്റേറിയനിൽ ഇപ്പോൾ അവിയൽ നടക്കുന്നു. പേര് മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നായതുകൊണ്ട് ഞാൻ എല്ലാവരും പറയാം, പഠിക്കുന്ന വിഷയം കുട്ടികൾക്കേത് പറ്റുള്ളൂ, വലുതായാൽ പിന്നെ അത് പറ്റില്ല. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് ഇംഗ്ലണ്ട്. ദുബായ് കട്ടിലും ഞാൻ കൊണ്ടുപോയൊരു ചെണ്ട മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. 250 പേരെ വെച്ചിട്ടുള്ള മേളാണ് അവിടെ കഴിഞ്ഞ ജൂണിൽ കൊടുത്തത്, ഇൻക്ലൂഡിങ് ജയറാം. നമസ്കാരം, അക്ഷയാണ്. ചെണ്ടമേളം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ചെണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പല പേരുകൾ വരുമെങ്കിലും ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. മട്ടന്നൂർ ഒരു ദേശമാണെങ്കിൽ കൂടെയും അത് ഇന്നൊരു വ്യക്തിയിലേക്കാണ് ഒതുങ്ങിയേക്കുന്നത്. ആ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ അല്പ സ്വകാര്യവും അല്പ തമാശയും ഒക്കെ പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. നമസ്കാരം. ആക്ച്വലി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും കാണണം എന്ന് മനസ്സിൽ തോന്നിയ ഒരു വ്യക്തിത്വം. അതെപ്പോഴും ഞങ്ങളൊക്കെ കാണുന്ന കണ്ടില്ല, ചെണ്ട വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫിഗറാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ യുഎയിലേക്ക് വന്നു. ദുബായിൽ നല്ലൊരു തകർപ്പൻ പരിപാടിയിലേക്ക് നാളെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സദന മേളോത്സവം. എന്താണ് സദനമായിട്ടുള്ള ബന്ധം? എന്താണ്? എൻ്റെ വാദ്യകലയുടെ തുടക്കം തന്നെ സദനം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. പാലക്കാട് ജില്ലയിലുള്ള ഒരു കഥകളി വിദ്യാലയം കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ മുഴുവൻ പേര് ഗാന്ധി സേവാ സദനം എന്നാണ്. ഓക്കെ, ഷോർട്ട് ഫോമിൽ സദനം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി സേവ GS സദനം എന്നാണ്. ഗാന്ധി സേവാ സദനം ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കുന്നൊരു സ്ഥാപനം. ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ്. അവിടെ ഇപ്പോഴത്തെ വർഷം പ്രീ ബേസിക്, സീനിയർ ബേസിക്, പോസ്റ്റ് ബേസിക്, ബേസിക് ട്രെയിനിങ് സ്കൂൾ, ഇത് അക്കാഡമിക് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട്. അതോടുകൂടി അവിടെ കലാപഠനത്തിൻ്റെ വിദ്യാലയമായിട്ട് കഥകളി വിദ്യാലയം. കഥകളി വിദ്യാലയം എന്ന് പറഞ്ഞാൽ അത് കഥകളി വേഷം, പാട്ട്, ചെണ്ട, മദ്ദളം, മേക്കപ്പ്, ചുട്ടി എന്ന് പറയും. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നൊരു സ്ഥാപനം. അതോടുകൂടി മൺപാത്ര നിർമ്മാണം, ഖാദി, മറ്റ് സോപ്പ് ഉണ്ടാക്കൽ, ഖദർ നെയ്ത്ത്, ഇങ്ങനെ തികച്ചും ഒരു ഗാന്ധിയൻ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഒരു 58 വർഷം മുമ്പേ ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ പോകുന്നത്. ജനിച്ചത് കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരാണെങ്കിലും പഠിക്കാൻ പോയി തുടങ്ങിയത് അച്ഛനാദ്യം തായമ്പുക പഠിപ്പിച്ചു. 8ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. 12ാമത്തെ വയസ്സിൽ ഈ സദനത്തിലേക്ക് കഥകളി ചെണ്ട പഠിക്കാനുള്ള വിദ്യാർത്ഥിയായിട്ട് പ്രവേശിച്ചു. അങ്ങനെയാണ് സദനമായിട്ടുള്ള ആദ്യത്തെ ബന്ധമുള്ളത്. ഈ സദനം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ UAE നോക്കുകയാണെങ്കിൽ, ദുബായിൽ നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ആണ് സദനം മഹോത്സവം എന്ന് പറയുമ്പോൾ തന്നെ. ചെണ്ടപ്രേമികൾക്കെല്ലാം അവിടെ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പല നാട്ടിലും ചെണ്ട പഠിപ്പിക്കുന്ന ഒരു സ്ഥലം നമുക്ക് അറിയില്ല. പക്ഷെ ദുബായിൽ വരുമ്പം സദനം പോലെയുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യാണ്, എല്ലാവർക്കും വന്ന്. അതിനകത്ത് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു അതെങ്ങനെയാണ്? ഈ ചിലവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിപ്പിക്കില്ല, ചിലവർ ആണെങ്കിൽ പെട്ടെന്ന് കല പഠിപ്പിക്കും. അതെങ്ങനെയാണ് ഈ പഠനം? എൻ്റെ കാഴ്ചപ്പാടിൽ 2 രീതിയിലുണ്ട്. കൊട്ട് പഠനം എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊട്ടിൻ്റെ വായ്ത്താരി ബോൾസ് ചൊല്ലിയിട്ട് പഠിപ്പിക്കുക. ഇപ്പോൾ ഒരു ഗണപതിക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. അതിൻ്റെ വായ്ത്താരി ഗീ കാം നഗതരകാം ദിരികട് ദിഗതരകാം നഗതരക ഡിക്കണക തിരികട് ദിഗതരകാം. ഇങ്ങനെ പറഞ്ഞ് ഒരു പ്രാവശ്യം കൊട്ടി കാണിച്ചു കൊടുത്താൽ ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചില ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും ഈ വായ്ത്താരി പറഞ്ഞാൽ അവർ കിട്ടില്ല. അവർക്ക് കൊട്ടിയിട്ട് തന്നെ പഠിപ്പിക്കണം. കൊട്ടി പഠിപ്പിക്കുമ്പോൾ അവർ വായ്ത്താരി ഒന്നും പറയണ്ട, നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് ആശയമില്ല. പക്ഷെ കൊട്ടി കേൾക്കുമാണ്. അങ്ങനെ ഒരു ചുരുങ്ങിയതൊരു 2 ടൈപ്പിലുള്ള പഠനക്രമങ്ങൾ. ഈ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിക്ക് ഏതാണോ പെട്ടെന്ന് ഉള്ളിൽ കയറാൻ സാധിക്കും, അത് ആ രീതിയിൽ
ഈ പഠിപ്പിക്കുന്ന അധ്യാപകൻ പഠിപ്പിക്കുന്നു. അപ്പോഴാണ് ഒരുപക്ഷെ ഇവിടുത്തെ അധ്യാപകൻ്റെ പേര് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് സദനം രാജേഷ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ രണ്ട് തരത്തിലും ഒരുപക്ഷെ ഈ രണ്ട് തരത്തിലും പഠിപ്പിക്കാൻ രാജേഷ് യോഗ്യനാവുന്നുള്ളതാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ അക്ഷയല്ലേ പറഞ്ഞു, അക്ഷയൻ്റെ ഭാഷയിൽ നിന്ന് ഞാനതാണ് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇതുപോലെ ഈ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പണ്ട് അച്ഛൻ ഒരു മകനെ പഠിപ്പിക്കാനായിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്നൊരു സമയത്ത് തനിക്ക് ഉറങ്ങേണ്ടത് കൊണ്ട് പെട്ടെന്ന് കൊട്ടു പഠിപ്പിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ മകൻ ഇദ്ദേഹമാണ് കേട്ടോ. അതൊന്ന് പറയാം, എന്തെന്നാ സംഭവം? അത് കാരണം അമ്പലത്തിൽ ജോലി, ഞാനൊരു മാരാര് കുലത്തിലാണ് ജനിച്ചത്. സാധാരണ പഴയ കാലത്ത് അന്ന് മാരാരുടെ ജീവിതം ചെണ്ടയാണെന്നൊരു ചൊല്ലുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറിയിട്ട് അന്ന് ചില പ്രത്യേക സമുദായത്തിന് മാത്രമേ ഇത് പഠിക്കാൻ പാടുള്ളൂ, അവർക്ക് ഇത് പഠിപ്പിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു കാലം. അപ്പം ഞങ്ങൾക്ക് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പൂജ കൊട്ട അടിയന്തരം അന്നും ഇന്നും ഉണ്ട്. ആ ജോലി ആ കാലത്ത് ഞാനായിരുന്നു നിർവഹിച്ചത്. എൻ്റെ അച്ഛൻ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ്റെ ബാങ്കൊക്കെ വിട്ട് വന്ന് അതിനുശേഷം രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ മകനെ, ഈ പറഞ്ഞ മകനെ പഠിപ്പിക്കാൻ. ഞാൻ നേരത്തെ കേട്ടൊരു കഥയാണ് കേട്ടോ ഈ മകൻ്റെ. അത് സത്യമായിട്ടുള്ള കഥയാണെങ്കിൽ സത്യകഥയാണ്. ഈ മകന് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ കൺപോളക്ക് കനം കുറച്ച് കൂടുതലാണ് പറഞ്ഞത്. ഭക്ഷണം കഴിഞ്ഞാൽ അപ്പോൾ കണ്ണിൻ്റെ പോള താഴും. ആ സമയത്താണ് അച്ഛൻ കൊട്ടാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ് അത് കൃത്യമായിട്ട് പഠിച്ച് 4 പ്രാവശ്യം ആ പറഞ്ഞു തന്ന ആ ഒരെണ്ണം, ഇപ്പം നഗതരകീക്കാം ഉദാഹരണം, അത് 4 പ്രാവശ്യം തെറ്റാണ്ട് കൊട്ടിക്കഴിഞ്ഞാൽ അപ്പം പോയി ഉറക്കാം. അപ്പോൾ എൻ്റെ ഈ വിദ്യാർത്ഥിയുടെ എയിം മുഴുവൻ ഉറക്കമാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പേ തന്നെ കൊട്ടിക്കാറ്റും 4 അല്ല 40 പ്രാവശ്യം പോയി കൊള്ളാനും പറയും. പിന്നീട് പറയുന്നത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ തൊട്ടാണ് ആ കുട്ടി. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ ഉറക്കാണ് മുൻപേ. വിശ്രമപ്രേമിയാണ്, വിശ്രമപ്രേമിയാണ് അന്ന്. വിശ്രമം എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്തിട്ടുള്ള വിശ്രമം ആവശ്യമാണ്, അത്രയേ ഉള്ളൂ. അതുവരെ ഈ വൈകുന്നേരം വരെ സ്കൂളിൽ പോവുക, അമ്പലത്തിൽ കൂട്ടുക, ഇതൊക്കെ കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ കിട്ടുന്ന സമയത്ത് അന്നേരം വേറെ ഓരോ വേണ്ടാസന ആവശ്യമില്ലല്ലോ. ഈ ലോകം മുഴുവൻ കൊട്ടും കൊണ്ട് നടക്കാൻ പറ്റുന്നുള്ള ചിന്ത ഒന്നും അന്നുണ്ടായിട്ടില്ല. ശരിയാണ്. അപ്പോൾ വേഗം പോയി ഭക്ഷണം കഴിക്കുക, അമ്പലത്തിലെ ജോലിയുണ്ട്, ഭക്ഷണം കഴിക്കുക, സുഖമായിട്ട് ഉറങ്ങുക. ഈ കുട്ടി നടക്കണമെന്ന് അന്ന് ഈ കുട്ടി വിചാരിച്ചില്ല. അങ്ങനെ വേണ്ടി വന്നു. അതാണ് ആ സത്യം. ഓക്കെ. ഈ ചെറുപ്പകാലത്ത് ആരാണ് ഇങ്ങനൊരു സിദ്ധി ഉണ്ട് അല്ലെ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ? അച്ഛൻ തന്നെയാണ്. ഞാൻ നമ്മുടെ നാട്ടിലെ ഉത്സവക്കാലം, അന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് വാദ്യക്കാർ, അന്നത്തെ പ്രഗത്ഭന്മാരായിട്ടുള്ള വാദ്യക്കാർ അമ്പലത്തിൽ വരും. ഒരു 7 ദിവസം ഉത്സവക്കാർ. അപ്പം ഇവർ അവിടെ വന്നാൽ ചെണ്ട കൊട്ടും, പഞ്ചവാദ്യം, ഇതിൻ്റെ ഒക്കെ ചോട്ട് പോയി നിൽക്കല എൻ്റെ പണി. ഞാൻ പോലും അറിയില്ല. അതിനോടൊരു ഭ്രമമാണ്, ഇഷ്ടമാണ്, അത് കേട്ടാൽ അങ്ങോട്ട് പോവും. അപ്പം അത് ദൂരെ നോക്കി കണ്ടത് അച്ഛനാണ്. അപ്പം എന്തോ ഈ കൊട്ടിന് എന്തോ ഒരു ഇഷ്ടം കൂടുതലുണ്ടോ ഒരു തോന്നലും ആ കാഴ്ചപ്പാട് കണ്ടുപിടിച്ച് അങ്ങനെയാണ് അച്ഛൻ എന്നെ കൊട്ട് പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പേ അത് കൊടുക്കാൻ കാരണം ഈ ഉറക്കം. പിറ്റേ ദിവസം വന്ന ആദ്യത്തെ തലേ ദിവസം പഠിപ്പിച്ചത് കൃത്യമായിട്ട് 3 പ്രാവശ്യം കൊട്ടണം. ഓക്കെ. അതൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പഠിപ്പിച്ചോളൂ ചോദിച്ച് മേടിക്കാൻ രീതിയിലായി. ഇപ്പോൾ മട്ടന്നൂർ നമ്മുടെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ശങ്കരകുട്ടി സാറ് ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾക്ക് ചെണ്ട പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു കലാരൂപങ്ങളിലേക്ക് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോൾ ഞാൻ 12ാമത്തെ വയസ്സിൽ പാലക്കാട്. പിന്നെ അവിടെ പഠിച്ചു. അത് ആ പഠനം തുറന്നു. പിന്നെ അങ്ങനെ ഞാനൊരു കഥകളി കൊട്ട് പഠിപ്പിക്കുന്ന സ്കൂള്, സർക്കാരിൻ്റെ ഒരു സ്കൂള്, ചെണ്ട അധ്യാപകനായിട്ട് ആ സ്ഥലം പാലക്കാട് ജില്ലയിൽ വെള്ളിനഴി എന്നാണ് പറയാം. അവിടെ ചെന്നപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ശിഷ്യന്മാരുണ്ടായി. ഇപ്പോഴും താമസം അവിടെ തന്നെയാണ്. ഓ ശരി ശരി.
ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ മട്ടന്നൂർ പടി എന്നാണ്. ഓ, പാലക്കാട്. പാലക്കാട്. ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴും മട്ടന്നൂർ പടി എന്നാണ്. അതിൻ്റെ കാരണം 2009 ഭാരത സർക്കാർ പത്മശ്രീ തന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് എന്നെ മട്ടന്നൂർ മാഷ് എന്നാണ് അവർ പറയുക. സ്കൂളിൽ പോയതുകൊണ്ട് മാഷ് എന്നൊരു പേരുണ്ട്. ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം മട്ടന്നൂർ മാഷാണ്. അപ്പോൾ ഇതും കൂടി ഈ പുരസ്കാരം സർക്കാരിൻ്റെ തന്നപ്പോൾ ഞാൻ താമസിക്കുന്ന അവിടുത്തെ ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് മട്ടന്നൂർ പടിയെന്ന് നാട്ടുകാർ പേരിടുകയും അവിടെ എൻ്റെ പേരിൽ ഒരു വെയിറ്റിംഗ് ഷെഡും. അടിപൊളി. അപ്പോൾ എന്താ വെച്ചാൽ സ്വതവേ മരിച്ചു കഴിഞ്ഞാലാണ് പരസ്പരക്കും സ്മാരകമൊക്കെ വരിക. എന്നെ സംബന്ധിച്ച് ജീവിച്ചിരിക്കും അതൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും താമസിക്കുന്നത്. ഈ പത്മശ്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെണ്ടമേളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് പോകുന്ന ഒരു പത്മശ്രീ അല്ലേ? അതിൽ തന്നെ എല്ലാവർക്കും അത്ഭുതമാണ്. എന്തായിരുന്നു ആ സമയത്തെ ആ ഒരു റിയാക്ഷൻ? എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര? അതിലേക്കുള്ള വഴി എനിക്കറിയില്ല, അതിപ്പോഴും അറിയില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ജോലിയാണോ നിങ്ങൾ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഏത് ജോലിക്കാണോ ഇഷ്ടപ്പെടുന്ന ജനങ്ങളും സമൂഹം ഏൽപ്പിക്കുന്നത്, അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കാനുള്ള പ്രവൃത്തി മാത്രമേ ഞാൻ അന്നും ഇന്നും ചെയ്യുന്നുള്ളൂ. ആ കൊണ്ടു നടക്കുന്ന ജോലിയിൽ ഇപ്പോൾ ഒരു കാലത്ത് ചെണ്ട പൊട്ടിയാൽ മാത്രം എങ്ങനെ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ജോലിയൊന്നുമില്ലാണ്ട് ഈ ചെണ്ട കൊട്ടൊക്കെ. പക്ഷേ ഞാനിത് മുള്ളായാലും മുറുക്കെ പിടിക്കണം എന്നൊരു ചൊല്ലുണ്ട്. തീർച്ചയായിട്ടും അത് മനത്ത് ഉറപ്പി നോക്കാം, ഏതായാലും ചെണ്ട കൊട്ടിയിട്ട് തന്നെ എവിടെയെങ്കിലും എത്തുമെന്നൊന്നും അറിയാം എന്നുള്ള ആ ഒരു വാശിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് പുറപ്പെട്ട് അതിനു വേണ്ടി ശ്രമമായിട്ടൊന്നും ചെയ്യില്ല. ഇപ്പോഴത്തെ കാലത്തുള്ള ശ്രമം അതാണ് അതല്ല. ഇപ്പം അങ്ങനെ ചില ശ്രമങ്ങളും ചെയ്യുന്നവരുണ്ടാവാം. എന്നെ സംബന്ധിച്ച് ഈ നിമിഷം വരെ അത്തരം ഒരു ശ്രമവും ഒരു കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് ഏൽപ്പിച്ചെടുത്ത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ന്യായമായിട്ട് പ്രവൃത്തി ചെയ്യുക. അപ്പോൾ ജനങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കുന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഞാൻ. തീർച്ചയായിട്ടും അതെൻ്റെ അനുഭവമാണ്. അത് ചെയ്യേ വേണ്ടു, അപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. ഈ ആ സമയത്ത് പത്മശ്രീ എനിക്ക് കിട്ടി എന്നറിഞ്ഞപ്പോഴത്തെ എന്തായിരുന്നു ഒരു റിയാക്ഷൻ? അതിന് ഉത്തരം പറയാൻ പോലും കേൾപ്പില്ല എന്നാണ് പറയേണ്ടത്. കാരണം ഇത് ഒരു ചെണ്ടവാദ്യ കലാകാരന് ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്ന് വരുമ്പോൾ അവിടെ എൻ്റെ പേരും അതെ ഒരു അത്ഭുതമായിരുന്നത്. ഒരുപാട് പേർക്ക് പ്രചോദനമായി ആ ഒരു ഒറ്റ സംഭവം. കാരണം ഒരു കാലത്ത് കേരളത്തിൻ്റെ, ഞാൻ താമസിക്കുന്ന ഒളപ്പമണ്ണ മനയുടെ സമീപമാണ് വെളിനഴി. ആ ഒളപ്പമണ്ണ മഹാകവി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാറുണ്ട് കേരളത്തിൻ്റെ ഉത്സവ ബിംബമാണ് ചെണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ചെണ്ടയിൽ മഹാരഥന്മാർ, നമ്മളൊക്കെ ഗുരുനാഥന്മാരും അവരുടെ ഗുരുനാഥന്മാരും ഒക്കെ ജീവിച്ച് കൃത്യമായിട്ട് ആത്മാർത്ഥമായി പ്രവൃത്തിയായിട്ട് പോയിട്ടും ഇത്തരം ഒരു അംഗീകാരം, ആ ബഹുമതി കൈകൊണ്ട് മേടിക്കാനുള്ള യോഗം എനിക്കാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അന്നേ പറയാതെ ഇതൊക്കെ ചെണ്ടക്ക് കിട്ടിയ വിഷയമാണ്. അത് മട്ടന്നൂർ ശങ്കരൻകുട്ടി അതിനൊരു കാരണക്കാരനായിന്നേ ഉള്ളൂ. അതങ്ങനെ ആദ്യത്തെ ലോക അംഗീകാരം. പ്രത്യേകിച്ചും ഭാരതത്തിൽ ഇപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പേരുണ്ട് പറഞ്ഞൊരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് അന്ന് കേരളത്തിന് തന്നെയാണ്. കാരണം ഇദ്ദേഹം കേരളത്തിൻ്റെ ഉത്സവമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണിത് കിട്ടുന്നത്. അതെ. ഇന്ന് മലയാളികൾക്കൊക്കെ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ ആദ്യത്തെ ഒരു പത്മശ്രീ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ചെണ്ടമേളം നമുക്കറിയാം, പണ്ട് നമ്മൾ ഉത്സവങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്ന ചെണ്ടമേളം ഇപ്പോൾ പല രീതിയിലായിട്ടുണ്ട്. ചെണ്ടമേളം ഫ്യൂഷൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു വലിയൊരു പല മാറ്റങ്ങൾ. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈ ചെണ്ട എന്ന് പറയുന്ന ഉപകരണം അത് മേളങ്ങൾ, തായമ്പുക, കഥകളിക്കൊട്ട് ഇന്ന കാര്യങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് മാത്രമേ കൊണ്ടു നടക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം അറിഞ്ഞോ അറിയാതെയോ അത് കൈകാര്യം ചെയ്യുന്ന എല്ലാ കലാകാരന്മാരും പാലിച്ചു വരുന്ന ഒരു കാലം. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. കാരണം ബാക്കിയൊന്നും അതൊന്നും വേണ്ട, അതൊന്നും ഇതിൻ്റെ പുറത്താണുള്ള. എന്നെ സംബന്ധിച്ച് അതല്ല, നമുക്കിത് ഏതിനോടൊക്കെ ചേരും. ഈ പഴയ കാലത്ത് സദ്യയൊക്കെ ഉണ്ടാകുമ്പോൾ അവിയൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ആദ്യമൊക്കെ കേമായിട്ട് അതിൻ്റെ
കഷ്ണങ്ങൾ സാമ്പാറിനൊക്കെ ആദ്യം പദ്യം ഇതൊക്കെ ബാക്കി വരും. ആ ബാക്കിയെല്ലാം വെച്ചിട്ടൊരു പ്രയോഗമാണ് അവിയൽ. ലോകത്തിലെ ഏറ്റവും നല്ല സാധാ ഉള്ള ഭക്ഷണമായിട്ട് വെജിറ്റേറിയനിൽ ഇപ്പോൾ അവിയൽ നടക്കുന്നു. അതുപോലെ ഇതിനൊക്കെ ആവശ്യമുള്ള വലിയ വലിയ കഷ്ണം എടുത്തോട്ടെ. ചെറിയ ഇതായിട്ട് ഇപ്പോൾ ഒരു മൃദംഗത്തിനോട് കൂടെ എങ്ങനെയാണ് ചെണ്ടയ്ക്ക് ചേരാൻ പറ്റും? ആദ്യം അവർ കൂട്ടാനും കൂടി വേണം, അല്ല അവർ നമ്മളെ കൊണ്ടുകിടക്കാൻ കൂടി വേണം. അപ്പോൾ അതിന് പാകത്തിനുള്ള ശബ്ദം അതിനോടുകൂടി മൃദംഗത്തിൽ ഉമയാൾപുരം പത്മവിഭൂഷൺ സാക്ഷാൽ ഉമയാൾപുരം ശിവരാമൻ സാർ ഉൾപ്പെടെ കാരക്കുടിമൺ ഒരുപാട് ആൾക്കാരുടെ ഉള്ള സഞ്ചാരം. ഇപ്പം അടുത്ത് നമ്മളെ വിട്ടുപോയ സക്കീർ ഹുസൈൻജി, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പരിപാടി. ഒരു മാസം ഞങ്ങൾ അമേരിക്കയിൽ ഒരുമിച്ചായിരുന്നു. ലോസ് ആഞ്ചൽസിൽ തുടങ്ങിയിട്ട് ന്യൂയോർക്ക് വരെ 19 പ്രോഗ്രാമാണ് അമേരിക്ക മുഴുവൻ. അപ്പോൾ ഇതൊക്കെ സഞ്ചരിക്കാൻ സാധിച്ചത് ഒരു പ്രാവശ്യം അവരുടെ കൂടെ ഒരവസരം കിട്ടി. രണ്ടുപേർ ആരായാലും ആ അവസരം അവർക്കും നമുക്കും സന്തോഷം, കേൾക്കുന്ന ജനങ്ങൾക്കും സന്തോഷം ആവണം എന്നുള്ള രീതിയിലുള്ള പ്രയോഗം അതിൽ വേണം. കാരണം ചെണ്ട കൊട്ട് വേണം, ഒരു തായമ്പയോ തൃശ്ശൂർ പൂറ്റിൻ്റെ മേളോ അല്ല അവിടെ കൊട്ടുന്നത്. അതൊരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണെങ്കിൽ ചെറിയൊരു ഹോളിൻ്റെ ഉള്ളാച്ചാൽ ഈ തബലക്കും മൃദംഗത്തിനും പാകപ്പെടുത്തിയൊരു ശബ്ദം ചെണ്ടയിലേക്ക് കൂടി എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുള്ള എൻ്റെ പരീക്ഷണവും നിരീക്ഷണവും അത് കൃത്യമായിട്ട് അവർ പരീക്ഷിച്ചു, നിരീക്ഷിച്ചു, അംഗീകരിച്ചു. അതുകൊണ്ട് അവർ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വേണമെന്ന് അത് തന്നെ അവർ നമുക്ക് തരുന്നൊരു അംഗീകാരമായിട്ട് ആ രീതിയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അതെന്താ കാരണത്തിൽ ഒന്നാമത് ഇത് സംഗീതം എന്ന് പറഞ്ഞൊരു വിഷയം, ശ്രുതിയിൽ പാടുക, ശ്രുതിയിൽ കൊട്ടുക, അതൊക്കെ ചെയ്യുന്ന വിഷയമാണ്. ഇത് ജനങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ ശബ്ദം കൊടുക്കാനുള്ള ശ്രമം. സ്വതവേ ചെണ്ട എന്ന് പറഞ്ഞ ഉപകരണം അഭ്യസിക്കുന്നത് സാധാരണ പഴയ കാലത്ത് പുളിമുട്ടി കല്ലിലാണ്. അതിന് കൊട്ടി ശീലിക്കുക, അമർന്ന് കൊട്ടണം. പിന്നീട് ചെണ്ടയിലുള്ള വലന്തലയിൽ കൊട്ടുക, പിന്നീടാണ് ഒറിജിനൽ ശബ്ദമുള്ള ഇടന്തലയിൽ നമ്മൾ കൊട്ടുക. അപ്പോൾ കൊട്ടണം എന്നാണ് ചെണ്ടയുടെ ബാലപാഠം. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ അമരം കമ്മിയാക്കിയിട്ട് കൊട്ടുക, ഒരുപാട് വിഷയം. അത് അമർന്ന് കൊട്ടുന്ന ഒരു സംഭവം. ഇപ്പോൾ ദിരികിടിതികതരക എന്നുള്ളൊരെണ്ണം അത് മെല്ലെ തിരികിടിതികതരക എന്നാക്കി ശുദ്ധമായ സംഗീതം ശ്രുതിയിലും വരുത്തണമെങ്കിൽ അതിൽ സ്ട്രെസ്സ് കൂടും. ശരിയാണ്. അത് അങ്ങനെ ചെയ്ത് അതിൽ ക്ലാരിറ്റിയും കൂടി ഉണ്ടാവണം. അപ്പോഴാണ് മൃദംഗത്തിനോടോ ഇത് തബലയോടോ ഒക്കെ ഇത് ചേർക്കാൻ പറ്റുന്നത്. ആ ഒരു ശ്രമം അതാണ് ഞാനിപ്പോഴും. പിന്നെ ഈ പേര് മട്ടന്നൂർ ശങ്കരൻ കുട്ടി എന്നായതുകൊണ്ട് ഞാൻ എല്ലാ തരത്തിലും പറയാം, പഠിക്കുന്ന വിഷയം കുട്ടികൾക്കേ അത് പറ്റുള്ളൂ, വലുതായാൽ പിന്നെ അത് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പരീക്ഷണം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇതിനിടയ്ക്ക് പോയ യാത്രകളെ പറ്റി പറഞ്ഞു. ഏതെല്ലാം രാജ്യങ്ങളിൽ ഇതുപോലെ ചെണ്ടയുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്? ചെണ്ടയുമായിട്ട് സഞ്ചരിച്ച രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് ഇംഗ്ലണ്ട്. ദുബായ് കട്ടിലും UAE കട്ടിലും. ഞാനൊരു ചുരുങ്ങിയതൊരു 30 തവണയെങ്കിലും ഇംഗ്ലണ്ട്, ഓൾ ഓവർ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, എല്ലാം. അതെന്താ കാരണത്തിൽ എൻ്റെ കൂടെ ഞാൻ കഥകളി ചെണ്ടയാണ് അഭ്യസിച്ചിരുന്നത്. ആ കാലത്ത് എൻ്റെ കൂടെ കഥകളി വേഷം പഠിച്ച് സദനം ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ ദുബായിൽ ഡാൻസ് ടീച്ചറാണ്, സ്വന്തമായിട്ട് സ്ഥാപനം നടത്തും, കാവ്യ സ്കൂൾ ഓഫ് ഡാൻസ്. അദ്ദേഹം കഥകളി വേഷം കോഴ്സ് കഴിഞ്ഞ് കലാക്ഷേത്രത്തിൽ പോയി ഡാൻസ് കഴിഞ്ഞു മദ്രാസിൽ. അവിടുന്ന് അദ്ദേഹത്തിന് ലണ്ടനിൽ പോകാനൊരു ചാൻസ് കിട്ടി. അവിടെ ചെന്ന് അദ്ദേഹം അവിടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി, ആരോഗ്യ സഹായത്തോടെ. അങ്ങനെ തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങൊരു ഓർമ്മ വന്നു, എൻ്റെ കൂടെ പഠിച്ച ശങ്കരേട്ടനുണ്ടല്ലോ നാട്ടിൽ മഴക്കാലമാകുമ്പോൾ എന്നെ അവിടേക്ക് വിളിക്കും. അപ്പോൾ അവിടെ പോയൊരു 2-3 മാസം അവിടെ താമസിച്ച് ഡാൻസിന് കൊട്ടും, ഇടയ്ക്ക് കൊട്ടും, ചെണ്ട കഥകളി, വേഷമില്ലാത്ത കഥകളി. അങ്ങനെ പോയി ഒരു 20 തവണയെങ്കിലും ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ട് മാത്രം. ഉണ്ണികൃഷ്ണൻ്റെ കൂടെ പുഷ്കല ഗോപാൽ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവരവിടെ ഡാൻസ് സ്കൂൾ, അവർക്ക് വേണ്ടി ഒരു 20 തവണയെങ്കിലും പോയിട്ടുണ്ടാവും. പോയി കഴിഞ്ഞാൽ 2-3 മാസം അവിടെ താമസിച്ചിട്ട് അവർ. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഹീത്രോ എയർപോർട്ടിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നടന്നു പോകും. അത്ര പരിചയം. അങ്ങനെ പോയൊരു കാലം. പിന്നീട് ലണ്ടനിൽ തന്നെ വേറൊരു വിഷയമായിട്ട് തായമ്പൊക്കെ ഒരു ചാൻസ് കിട്ടിയിരിക്കും.
ആ തായമ്പക നടക്കുമ്പോൾ അതൊരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് നടത്തിയത്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള തിയേറ്റർ ഡയറക്ടേഴ്സ് അവിടെ വരും. പല രാജ്യങ്ങളിലും പരിപാടി. ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ സൗത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ തായമ്പക കഴിഞ്ഞ് ഫ്രാൻസിലൊരു ഡയറക്ടർ, തിയേറ്റർ ഡിലാവിയ എന്ന് പറയും, പാരീസിലാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററാണ്. അപ്പോൾ അവിടെ അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം എന്നോടത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ തായമ്പ ഇഷ്ടമായി. ഇത് പാരീസിലേക്ക് വരാം, നമുക്കിത് എവിടെ ലോകത്തിൽ എവിടെയും പോകാം, നമുക്ക് സന്തോഷമാണല്ലോ 100%. തീർച്ചയായും. അതെ. അപ്പം അങ്ങനെ അദ്ദേഹം തുടങ്ങി. പിന്നെ ഈ പാരീസ് തിയേറ്റർ ഞങ്ങളെ യൂറോപ്പ് മുഴുവൻ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ലണ്ടൻ, എല്ലാ സ്ഥലത്തും അവരുടെ കെയർ ഓഫിൽ തായമ്പയും പഞ്ചവാദ്യം, ഞാൻ ഒരു 12-14 പേരുള്ള ടീമായിട്ട് പോവാൻ വർഷങ്ങളിൽ 1-2 പ്രാവശ്യം ഇതൊരു നിരന്തരമായ വ്യായാമമായിട്ട് അങ്ങനെ പോയി. പിന്നീട് അമേരിക്ക 2019 അമേരിക്കയിൽ അതിന് മുമ്പേയും പോയിട്ടുണ്ട്. 2019 പോയിട്ടാണ് സക്കീർ സെഞ്ചിയുടെ കൂടെ സഞ്ചരിച്ചത്. അതിനുശേഷം ഇത് 4 മാസം മുമ്പേ പോയി. അപ്പോൾ അങ്ങനെ നിരന്തരം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ലണ്ടനിൽ പോകുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയൊരു ചെണ്ട മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2024 ജൂൺ 7 ഞാൻ അവിടെ ഒരു മേളത്തിന് പോയിരുന്നു. അത് വിനോദ് നവധാര എന്നാണ് അത് നടത്തുന്ന അവിടെ പേര്. വടക്ക് പൂഞ്ഞാറിലുള്ള ആളാണ്. അദ്ദേഹം അവിടെ ചെന്ന് ചെണ്ടയുടെ ക്ലാസ് തുടങ്ങി. 250 പേരെ വെച്ചിട്ടുള്ള മേളാണ് അവിടെ കഴിഞ്ഞ ജൂണിൽ കൊടുത്തത്, ഇൻക്ലൂഡിങ് ജയറാം. അങ്ങ് ഞാൻ പഠിപ്പിച്ച അദ്ദേഹം ഉൾപ്പെടെ ഏകദേശം 250 ചെണ്ടവാദ്യ കലാകാരന്മാരുടെ മേള ഇവിടെ നടത്തിയിട്ടുള്ളത് സത്യമാണ്, കഥയല്ല. ഞങ്ങൾ ഇവിടുന്ന് പോയത് മാക്സിമം ഒരു 20 ആൾ പോയിട്ടുണ്ടാവും. ബാക്കി 230 ആൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസത്തിന് അതീതമായിട്ട് ജോലി ചെയ്യുന്നവരും. ഇപ്പോഴും ലോകം മുഴുവൻ എവിടെ പോയാലും ചെണ്ടാന്നുള്ളൊരു വിഷയം, പ്രത്യേകിച്ച് ദുബായിൽ അക്ഷയനെ പറയുന്ന ഇവിടെ സഹിക്കാൻ വയ്യാത്ത ചെണ്ടക്കാരാണ്. എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ പള്ളിപ്പെരുന്നാളിലായാലോ അമ്പലപ്പരിപാടിക്കായാലും എവിടെ പോയാലും ആദ്യം നമുക്ക് മേടിച്ചു തരുന്നൊരു കവറിനകത്തിട്ടൊരു ചെണ്ടയാണ്, അല്ലേ? ഒരു പ്ലാസ്റ്റിക്. അവിടുന്ന് അങ്ങനെ ഒരു തുടക്കമാണ് നമുക്ക് എല്ലാവരും. കേരളത്തിലാണോ കുട്ടി ജനിക്കുന്ന ഉറപ്പ്, അവിടെ ജാതി മത വർണ്ണത്തിന് അധികം കുട്ടിക്ക് ഇഷ്ടം ചെണ്ടയാവും. പിന്നെ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ എവിടെയും ചെണ്ട കുട്ടിയെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് തുള്ളു, അല്ലെ ഒന്ന് നമ്മുടെ മനസ്സൊന്ന് താളം പിടിച്ചു. അത് അതിന് പ്രത്യേകിച്ച് നമ്മുടെ ശാസ്ത്രീയമായ പഞ്ചാരി പാണ്ടി മേളങ്ങളൊക്കെ ആയാലും ഈ ചെറിയ ഈ പറഞ്ഞ ആ തുള്ളലിന് വേണ്ടിയിട്ട് ഇപ്പം ജനങ്ങളൊരു ശിങ്കാരി മേളം ഉണ്ടാക്കി. നമുക്ക് ഒരു 4 കാല്, ഇപ്പം മേശയായാലും പശുവായാലും 4 കാലിൽ സഞ്ചരിക്കുന്നൊരു വിഷയം, അത് കൃത്യമായിട്ട് അങ്ങനെ പോകുന്നു. അതൊന്ന് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തെങ്കിലും അത് 3 കാലിലും ആക്കും ചിലപ്പോൾ. അപ്പോൾ അത്ര അനുഭവം വരുമ്പം അതിൻ്റെ പ്രത്യേക സുഖമുള്ളൊരവസ്ഥയാവും. ഇപ്പോൾ ഗിനക്കണ 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 ഗിനക്ക എന്ന് പറയുന്നത് നമ്മളറിയാതെ സത്യം. അതാണ് അതിൻ്റെ കാര്യം. ആ വൈബ്രേഷൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം മറക്കുകയാണ്, നമ്മൾ അതിനോട് ചേരുകയാണ്. അപ്പോൾ അത്തരം ഒരു വിഷയം കൂടി ഇന്ന് ചെണ്ടകൊട്ടിൽ വന്നു. ഏതാൾക്കും വായിക്കാം, ഏതാൾക്കും ഉത്സാഹിക്കാം, ചാടാം, ആടാം, പാടാം. ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളൊരു അവസ്ഥയായി മാറിയിട്ട് ലോകത്തിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ടിപ്പോൾ എനിക്കൊക്കെ ഉള്ള സമാധാനം പറഞ്ഞാൽ, നമ്മൾ ലോകത്തിൽ എവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാൽ മതി, ഇല്ല റെയിൽവേ, നമ്മൾക്ക് ആളെ അറിയില്ല. അത് അടിപൊളി കേട്ടോ. അല്ലെ, ഈ ഇപ്പോൾ പോയ രാജ്യങ്ങളിൽ വെച്ച് പോയ പരിപാടി ചെയ്തകളിൽ വെച്ചും മറക്കാനാവാത്ത അല്ലെ മനസ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പരിപാടി? സ്വതവേ അത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അടുത്ത രാജ്യക്കാരെന്നെ വിളിക്കില്ല, എങ്കിലും പറയാം, നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതായത് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു വിഷയം. ഒന്ന് ബ്രസീലിൽ ഒരു പ്രാവശ്യം പോയിരുന്നു. ശരി. അവിടെ ചെന്നപ്പോൾ ഒരാഴ്ച അവിടെ താമസിച്ച് അവിടെ ഒരു ബാൻഡാഡിടാന്ന് പറഞ്ഞിട്ടൊരു ടീം. ശരി. അവരെ പരിപാടി അത് കഴിഞ്ഞ് നമ്മുടെ വേറെ ടീം ഒരു ഫെസ്റ്റിവലിന് അവർ ശരി. അത് കഴിഞ്ഞ്
ലാസ്റ്റ് ഡേ ഇതിൻ്റെ മൊത്തം ഡയറക്ടർ പറഞ്ഞു നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്യൂസ് ചെയ്ത് ശരി. അപ്പോൾ അതിൻ്റെ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പഠിപ്പിച്ചോളൂ, ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ അങ്ങനെ വേണം, യു ആർ മൈ ടീച്ചർ, പ്ലീസ് ടീച്ച് മീ. നമ്മളെ വായത്താരി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. നേരെ മറിച്ച് അവിടെ നിന്നുള്ള വായത്താരി പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ കൊട്ടുന്നു എൻ്റെ ശിഷ്യന്മാരും മക്കളും ഉൾപ്പെടെ. അപ്പോൾ അവർക്ക് ഇതാ എളുപ്പം. ഞാൻ നിങ്ങൾ പഠിപ്പിച്ചോളൂ, കാര്യം നടക്കണമെങ്കിൽ നമുക്ക് ഇനിയൊരു ആഴ്ചയില്ല, കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. അങ്ങനെ പഠിച്ച് അവരും ഞങ്ങളും ചേർന്ന് ചെയ്യുന്നൊരു ഒരു 10 മിനിറ്റ് മറക്കാനാവാത്തൊരു വിഷയം. ബ്രസീലില് ശരി സാവോപോളോ എന്ന് പറഞ്ഞ ടൗണിൽ ഗംഭീരം. അതങ്ങനെ. പിന്നെ മൊറോക്കോയിൽ അവിടെ സ്പെയിൻ കൾച്ചറുള്ള മുസ്ലിം വിഷയമാണ്. അവരുടേതായ ചില ദഫ് ഇതൊക്കെ ഉണ്ട്, അതുമായിട്ടൊരു ചേർന്ന്. അപ്പം അതിനൊക്കെ മനസ്സിലാവുന്ന എന്തൊരു സന്തോഷമായിരുന്നു അവർക്കും നമുക്കും. അവിടെ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ ഇതൊന്നും വിഷയമല്ല. ഈ താളത്തിൻ്റെ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒന്നായി കഴിഞ്ഞുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ സന്തോഷം. അതായത് ഭാഷയോ ഇതൊന്നും, ഇതിനെല്ലാം അതീതമായിട്ടൊരു വിഷയമാണ് താളം. ഒരു ഭാഷയും വേണ്ട, താളം കയ്യിലുണ്ടെങ്കിൽ ഒരു ഭാഷയില്ലാതെ നിങ്ങൾക്ക് സംവദിക്കാൻ പറ്റുന്നതാണ്. എന്നെ കാണാൻ വിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഇയാൾക്ക് കുറച്ച് വിശപ്പുണ്ട് നിങ്ങൾ. ശരിയാ ശരിയാ. അപ്പോൾ അത്തരം ഒരു അനുഭവങ്ങൾ അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. അതൊക്കെയാണ് ജീവിതത്തിൽ ഇപ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 100% സാറ്റിസ്ഫൈഡാണ് ലൈഫിൽ. കാരണം സാമ്പത്തികമൊന്നും വിഷയമല്ല. കാരണം അത് ലിമിറ്റഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഞാൻ പോയിട്ട് ഈഫൽ ടവർ വിലക്ക് മേടിക്കാൻ പറ്റില്ല, അത് വിഷയം. നമുക്ക് ഞാൻ കോമേഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞു സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ച് അറിയാം, സർട്ടിഫിക്കറ്റ് ഇല്ല. 10 രൂപ കിട്ടിയാൽ നിങ്ങൾ 9 ചിലവാക്കിയാൽ മതി ഇപ്പോഴത്തെ ഭാഷയിൽ അടിച്ചു പൊളിച്ചാലും. അപ്പോഴും നിങ്ങൾ 1 രൂപയുടെ ധനവാനേ ഉള്ളൂ. അത് 11 ആയി കഴിഞ്ഞാൽ 1 രൂപ കടക്കാരനാവും, വേറെ ശത്തൊന്നും പഠിക്കണ്ട. ഈ പ്രൊപ്പോർഷൻ കൃത്യമായിട്ട് തുടങ്ങിയ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ കൊണ്ടുവരണം. അതുകൊണ്ട് 100% സാറ്റിസ്ഫൈഡാണ്. ഗംഭീരം. ശങ്കരേട്ടൻ്റെ ഒരു, ഞാൻ ആദ്യം സാറായി, പിന്നെ ശങ്കരേട്ടൻ, പിന്നെ ഇപ്പൊ കംഫർട്ടായപ്പോ ശങ്കരേട്ടനായിട്ടോ ഏറ്റവും സന്തോഷമായി. കാരണം അവിടെയെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ശങ്കരേട്ടൻ്റെ കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് അവിടെയാണ്. എനിക്ക് ഇപ്പോൾ ചില സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് കംഫർട്ട് സ്പേസ്, ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും റൂമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെണ്ട പഠിപ്പിക്കുന്ന ആ സ്ഥലമാണ്. ഏതാണ് കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് ഏറ്റവും? എന്തായാലും ആ ചോദ്യത്തിൽ പല വിഷയങ്ങളും പറഞ്ഞാൽ അവസാനം ഒന്ന് പറഞ്ഞു ചെണ്ട പഠിപ്പിക്കുന്നത്. നല്ല മക്കളുണ്ടാവുക, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവുക. ആ റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ്സുകളോ ഇല്ല പഠനമോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സമയം പോകുന്നതേ അറിയുന്നില്ല. അവിടെ പിന്നെ ഞാൻ ഈ സമയത്തിന് ജോലി ചെയ്യാനോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ലാത്ത ഒരൊറ്റ വിഷയം, ചെണ്ട കൊട്ട് പഠിപ്പിക്കുക. അതിൻ്റെ ചോദ്യങ്ങൾ മക്കൾ ചോദിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ പഴയ ഗുരുനാഥന്മാരോടൊന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, എന്താ പറഞ്ഞാൽ അത് പഠിച്ചാൽ മതി എന്നേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഗുരുനാഥനും ശിഷ്യനുമായിട്ടുള്ള ആ മാനസിക ബന്ധം പഴയതിനേക്കാളും ഒന്നും കൂടി കേമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അത്തരം കൊണ്ടു നടപ്പിനെ ശിഷ്യന്മാരെ പ്രാപ്തരാക്കലാണ് എൻ്റെയും വിഷയം. ഇപ്പോൾ അക്ഷയ നാളെ കൊട്ട് പഠിച്ചോ എനിക്കറിയില്ല, പഠിക്കാൻ മോഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നു. തീർച്ചയായിട്ടും സുഖമായിട്ട് ഞാൻ പറയാറുണ്ട്, തമാശയിലാണെങ്കിൽ നമ്മൾ ലോകത്തിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമായ ഉപകരണം ചോദിച്ചാൽ ഏതാണ് അക്ഷയ് പറയുക? ഞാൻ കൊണ്ട് നടക്കുന്ന ധൈര്യമായിട്ട് പറയാം, എന്താണ്? ചെണ്ട എന്നാണ്. അപ്പോൾ ആൾക്കാർ അതെന്താ വെച്ചാൽ അതിൽ പഠിക്കാൻ അധികമൊന്നുമില്ല. തക്കിട്ട ഇംഗ്ലീഷ് 1 2 3. ശരി. ഗുജറാത്ത് വെച്ചാൽ അവരെ ഭാഷ വിധം അക്ഷരം 3 ഉള്ളൂ. അത് പൈസ മാത്രം മാതിരിയാണ്. നിങ്ങൾ എന്ത് ഭാഷയിൽ ഉറപ്പിയാണ് എന്ത് പറഞ്ഞാൽ എണ്ണത്തിന് മാറ്റമുണ്ട്. അതുമാതിരി ചെണ്ടയിൽ പഠിക്കാൻ തക്കിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ അതെന്താ പിന്നെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് സ്വതവേ ജന്മന നമുക്കുള്ളത് അതിൻ്റെ പേരാണ് തരികിട. സത്യമാണ്. എൻ്റെ നോക്കി പറയണ തരികിട. അതായത് ഇത് സത്യമാണ്, കാര്യം തമാശ. ഈ തക്കിടിയും തരികിടയും വെച്ചിട്ടാണ് മട്ടന്നോ ശങ്കരൻകുട്ടി ജോല വെച്ചിട്ടെന്നുള്ള ഒരു 100% സത്യമാണ്.
അത് മാറി മാറി. പക്ഷെ ആ തരികിട എവിടെ വേണം അത് കൃത്യമായിട്ട് അറിയണം. എല്ലാ തരത്തിലും തരികിട പ്രയോഗിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ആ തരികിട വേണ്ടത് ഇപ്പോൾ തരികിട 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 അങ്ങനെ ഒരു പറയും. തരികിട തരികിട ആ രീതിക്ക് സ്ട്രെസ് വന്നു. തരികിട തരികിട ഇത് മാറി മാറി ചെയ്യാം. എവിടെയാണോ ആ തരികിട വേണ്ടത് അത് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ ഒരു 10-30 കൊല്ലം സാധനം ഇത് ഈസി ആയിട്ട് വരും. അത്രയല്ലേ വേണ്ടൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഉപകരണം അത് ചെണ്ടയാണ്. ഓക്കെ, അതിനിടയ്ക്ക് ജയറാമേട്ടൻ്റെ കാര്യം നമ്മളൊന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ആ ഒരു ബന്ധം? ജയറാമേട്ടൻ്റെ ജനനം പെരുമ്പാവൂർ എന്നാണ് പറഞ്ഞത്. അവിടെ പെരുമ്പാവൂർ അമ്പലം, ഉത്സവം, ആന, പഞ്ചവാദ്യം, മേളം ഒക്കെ അതിഗംഭീരമായി നടക്കുന്ന ഒരു കാലം. അദ്ദേഹം ഈ വാദ്യക്കാർക്കും ആനക്കാർക്കും വെള്ളം കൊടുത്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെ ഉത്സവം നടത്തിപ്പോയിട്ട് വന്ന് അങ്ങനെ ഇഷ്ടം ആനയും മേളവും കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞൊരു വിഷയം അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നീട് അന്നൊന്നും അത് പഠിക്കാനൊന്നും പറ്റില്ല. പിന്നീട് മിമിക്രിയും സിനിമ അഭിനയിക്കുക അങ്ങനെ പോയപ്പോൾ സൗകര്യമായ സമയത്താണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് എൻ്റെ ആശാൻ്റെ മരുമകനുണ്ട്. അദ്ദേഹം മുഖാന്തരം അവിടെ ചെന്ന് പഞ്ചാരി മേളം പഠിച്ച് അരങ്ങേറ്റം നടത്തി. പഞ്ചാരി മൊത്തത്തിൽ 5 കാലമാണ്. സാധാരണ അരങ്ങേറ്റം നടത്തുമ്പോൾ ഒരു 3, 4, 5 കാലങ്ങൾ അത് മാത്രം കൊട്ടി അരങ്ങേറ്റം നടത്തി. പിന്നീട് ഞാൻ താമസിക്കുന്ന വെള്ളിരഴി ഏതോ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ അവിടെയാണ് താമസം. അപ്പോൾ ഒന്നിങ്ങനെ മട്ടന്നൂർ ആശാൻ ഇവിടെയാണ്. ആ അടുത്താണ്, എന്നാൽ ഒന്ന് കാണും. അങ്ങനെ വീട്ടിൽ വരികയാണ്. വന്നിട്ട് എന്നോട് ആശാൻ എനിക്ക് ചെണ്ട കൊട്ട് പഠിക്കണം എന്ന് താല്പര്യമുണ്ട്. പഞ്ചാരി മേളം 1-ാം കാലം മറ്റേ ഇത് കൊട്ടി ഇറങ്ങിയാൽ 1-ാം കാലം മുതൽ അങ്ങയുടെ കയ്യിലൊന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു സന്തോഷമാണ്. അന്ന് സിനിമയിലുണ്ട്. സിനിമയിൽ കൊടി കെട്ടി പറക്കുന്ന അതാണ്. അതിന് ഷൂട്ടിങ്ങിനാണ് ഈ ഒളപ്പവണ്ണ മനയിൽ വന്നത്. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ ഞാൻ അവിടെ താമസം അങ്ങനെ വരികയാണ്. വന്ന് പറഞ്ഞു എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞു ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും നിങ്ങൾ സിനിമയിൽ വലിയ രീതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ചെണ്ട കൊട്ട് പഠിക്കണമെന്നുകൊണ്ട് മോഹമായിട്ട് വന്നാൽ അത് ഞാൻ 100% ഞാൻ ചെയ്തു തരാം. പക്ഷെ എനിക്ക് വേറൊരു വിഷയം, സിനിമാക്കാരുടെ ഒരു ജാടകളും എൻ്റെ വീട്ടിൽ പതിവില്ല. ഇവിടെ വന്നാൽ ഇവിടുത്തെ ആളാവും. അങ്ങനെ ജാട ഉണ്ടായിരുന്നു ജയറാമേട്ടനെന്ന് ഉണ്ടോയെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. ഉണ്ട് ഞാൻ പറഞ്ഞില്ല. എങ്കിലും എനിക്ക് പറയുള്ളൂ. ഞാൻ ഏറ്റെടുക്കാച്ചാൽ എൻ്റെ കണ്ടീഷൻ എനിക്ക് പറയാം. അത്രയും ഉണ്ടോ ഇല്ലയോ പറഞ്ഞു നിങ്ങൾ നിശ്ചയിച്ചു. അപ്പം എന്നോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യം ഷർട്ട് അയച്ചിട്ടായത്. ഞാൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി ചുക്കുവെള്ളം വന്നിട്ട് അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാം, നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കുക. ഇനി ഞാൻ ഏറ്റവും കൊണ്ട് ഷർട്ട് അയച്ച് ഒറ്റ നമസ്കാരം. പിറ്റേന്ന് മുതലാ തുടങ്ങി. അവിടെയാണ് ആദ്യത്തെ ചോദ്യം, ഈ പഠിപ്പിക്കുന്ന തരം. ഈ വായ്ത്താരി ഇതൊക്കെ പഞ്ചാരി 1-ാം കാലം ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചു ജയറാം സന്ധ്യക്ക് നാമം ചെല്ലാറുണ്ടോ? ആ ഉണ്ട്. എങ്ങനെയാ? അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു നാമം ജീവിക്കുന്ന രൂപത്തിൽ ഞാൻ വായ്ത്താരി ഉണ്ടാക്കി പറഞ്ഞത്. ഹര ഹര ശിവ ശിവ ഹര ഹര ശിവ ശിവ ഹര ഹര ശിവ ശിവ ശംഭോ നമ നമ ഇങ്ങനൊരു വായ്ത്താരി പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ 10 മിനിറ്റിൽ 1-ാം കാലം അയാൾ ബൈഹാർട്ടായി. ഞാൻ പറഞ്ഞു അത് മനസ്സിലായിട്ട് ആ അക്ഷരം അതിപ്പോൾ മുഴുവൻ പറഞ്ഞ അക്ഷയും നാളെ കൊട്ടാൻ വരും. അപ്പോൾ ഇത് പറഞ്ഞ് പഠിച്ച് അങ്ങോട്ട് കൃത്യമായിട്ട് ആ വായ്ത്താരി പറഞ്ഞപ്പോൾ 1-ാം തരമായിട്ട് കൊട്ടുന്നു. അങ്ങനെ ആ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ശിഷ്യൻ്റെ മനത്തറിഞ്ഞ് നിങ്ങളുടെ വഴികളറിഞ്ഞ് പഠിപ്പിക്കാത്ത പെട്ടെന്ന് മനസ്സിലാവുന്ന പ്രത്യേകിച്ച് ഉദാഹരണം എനിക്ക് ചേരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണെങ്കിലും ഗംഭീരമാട്ടെ. ഇനി നമ്മൾ വീണ്ടും കാണുന്നതാണ്. വീണ്ടും ഇതുപോലെ കുറേയധികം കഥകൾ വളരെ ചുരുങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാൻ പറ്റി. എന്നാലും ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷം. ഈ ചെറിയ സമയമുള്ളെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ആവട്ടെ. ഒരുപാട് സന്തോഷം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ എവിടെ കണ്ടാലും ഇത്തരം കാര്യങ്ങൾ എന്നോട് ചോദിക്കാം, പറ്റാവുന്ന ഉത്തരം അന്നേരം പറഞ്ഞു. തീർച്ചയായിട്ടും. ശരി, താങ്ക് യു.